25 വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്. ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും. നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ, അതും മിതമായ നിരക്കിൽ. പച്ചക്കറി, പലചരക്ക്, സ്റ്റേഷനറി, ഫ്രൂട്ട്സ്, കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം. ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്. അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്, കിള്ളിമംഗലം, ഉതുവടി. ഫോൺ 9961652529. എളനാട് ഡ്രൈവർ ഹീറോയുടെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ട് കാലം വാഹനമോടിച്ച ഡ്രൈവർമാരെ ആദരിച്ചു. അപകടരഹിത യാത്ര എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലങ്കര കത്തോലിക്ക ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ NP വിൽസൺ നേതൃത്വം നൽകി. ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത്, ഇദ്ദേഹം എന്നോട് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. കാരണം എളനാട് ഗ്രാമപ്രദേശത്ത് റോഡില്ലാത്തൊരു സമയത്ത് വണ്ടി ഓടിച്ച ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ. റോഡില്ല എന്ന് ആ സമയത്ത് വളരെ കരുതലോടും സുരക്ഷയോടും കൂടി നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ അപ്പനപ്പന്മാരെ ഹോസ്പിറ്റലിലും മറ്റും കൊണ്ടുപോയത് ഈ ഇരിക്കുന്ന നമ്മുടെ ആളുകളാണ്. അപ്പോൾ അവരെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ അഭിമാനം വേറെ ഇല്ല. അവരുടെ ഒരു ദിവസത്തെ ശമ്പളം പോലും ചിലപ്പോൾ ആശുപത്രിയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന മണിക്കൊക്കെ അറിയാം, പല പ്രാവശ്യം മണിക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടല്ലേ? ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാനും ഇതുപോലെ വണ്ടി ഓടിച്ചതാണ് ഇവിടെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നന്മയാണ്. ആ നന്മ ചെയ്ത ആളുകൾ, അത് സുരക്ഷയും കരുതലുമാണ് ഇവരുടെ കൈമുതൽ, അല്ലാണ്ട് ലാഭമല്ല. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ്. ഞാൻ അതിനാണ് ഇന്നിവിടെ പങ്കെടുത്തത്. അതുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. വർദ്ധിച്ചുവരുന്ന അപകടങ്ങളെക്കുറിച്ചും വാഹനമോടിക്കുന്നവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. രാമവർമ്മപുരം പോലീസ് ക്യാമ്പ് SI അച്ചു നെന്മണി മുഖ്യപ്രഭാഷണം നടത്തി. രാംകുമാർ, വേണുഗോപാൽ, മരക്കാർ, മാധവൻ, ചന്ദ്രു, ശിവൻ നായർ, കുര്യൻ കൊമ്പനോളിൽ, കൊച്ചു എന്നിവരും ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരായ പ്രദീപ്, ഹാജ ഹുസൈൻ, അലി എന്നിവരെയുമാണ് പൊന്നാടയണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചത്.
ലിജോ ജോയ്, അലോണ വിൽസൺ, PR സബിൻ ഫിലിപ്പോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇവിടെ നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമാണ് ഡ്രൈവർ ഹീറോ. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് രാത്രിയില്ല പകലുമില്ലാതെ വേല ചെയ്യുന്നൊരു ജോലിയാണ് ഡ്രൈവർ പണി. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു ജോലിയാണ് ഡ്രൈവർ. പക്ഷേ അവർക്ക് അതിനുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല. അത് എന്താ കാരണം എന്നറിയത്തില്ല. നമ്മുടെ കുഴപ്പമാണോ ഡ്രൈവറുടെ കുഴപ്പമാണോ എന്നറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് 2 ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ 2 മരണത്തിന് രക്ഷപ്പെട്ടവനാണ്. എൻ്റേതല്ലാത്ത കാരണം ഡ്രൈവറുടെ നെഗ്ലിജൻസി. അപ്പോൾ പണ്ട് മുതലേ എനിക്കൊരു ആഗ്രഹം, ഡ്രൈവർമാർക്കൊരു മോട്ടിവേഷൻ എങ്ങനെ കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഉരുത്തിരിഞ്ഞ ഇതാണ്. ആദ്യം നമ്മൾ ഈ സ്റ്റേജിലിരിക്കുന്ന 7 പേര് പണ്ടത്തെ 50 വർഷം വണ്ടി ഓടിച്ച വ്യക്തികളാണ്. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കുക. അപ്പോൾ ഇനിയുള്ള തലമുറ ഇവരെ ആദരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഒരു അംഗീകാരം കിട്ടുമെന്ന് തോന്നും. അതുപോലെ 3 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഇവിടെ, അതേ ഡ്രൈവറെ ഒരുക്കുന്നവർ. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ഞാനൊരു നല്ല ഡ്രൈവറെ കെട്ടിപ്പടുത്ത് ഈ ലോകത്തിലോട്ട് വിടണം. കാരണം ഈ ഡ്രൈവറുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ട് അപ്പനില്ലാത്ത മക്കളില്ലാത്ത മാതാപിതാക്കൾ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ബെഡിൽ കിടക്കുന്ന കുറേ പേരുണ്ട്. ഇതെല്ലാം നെഗ്ലിജൻസി ഓഫ് ഡ്രൈവിംഗ്. അതായത് 100% 20% വണ്ടിയുടെ കുറ്റം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ബാക്കി 80% നമ്മുടെ വണ്ടി ഓടിക്കുന്ന വ്യക്തികളുടെ. അപ്പോൾ ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വ്യക്തികൾ വിചാരിക്കുന്നത് എന്താണ്? ഈ ടാക്സി, ഓട്ടോറിക്ഷ, ഈ ലോറി ഓടിക്കുന്നവരാണ്. അല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വാഹനം എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ അവരെല്ലാം ഡ്രൈവറാണ്. ആ സീറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരാണ് എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, മറ്റുള്ള പ്രൊഫഷൻസാണ്. അപ്പോൾ ദൈവം നമ്മളെ മനുഷ്യനായി സൃഷ്ടിച്ചു, ആണും പെണ്ണും. അവർക്ക് പല പേരുകൾ നൽകി, പല സ്വഭാവങ്ങൾ നൽകി. പക്ഷേ ഈ സ്വഭാവക്കാരെല്ലാം ഇറങ്ങുന്നത് ഒരു റോഡിലോട്ടാണ്. അപ്പോൾ ആ ഒരു റോഡിന് കുറച്ച് നിയമങ്ങളൊക്കെ വേണം. ആ നിയമങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കുഴപ്പമുണ്ടാവില്ല. ശാന്തമായി ഒരു ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ലിവിടെയും ഇല്ലീശ്വരൻ, വിജനമായ ഭൂവിലും ഇല്ലീശ്വരൻ. അല്ലിയിളം പോ ഇല്ലിമുളം തേനോ, അല്ലിയിളം പോ ഇല്ലിമുളം തേനോ, തെന്നില നീരോ തെന്മൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലിയിളം പോ ഇല്ലിമുളം തേനോ. റൈറ്റ് വിഷൻ ന്യൂസ്, എളനാട്.